ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. പേജ് നമ്പർ 710, ശ്ലോകം 5. സത്വം രജസ്തമ ഇതി ഗുണഃ പ്രകൃതി സംഭവാഃ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. പദാനുപദം. മഹാബാഹോ, ഹേ മഹാബാഹോ. സത്വം സത്വം, രജഃ രജസ്, തമഃ തമസ്, ഇതി എന്നിങ്ങനെ പ്രകൃതി സംഭവാഃ പ്രകൃതിജന്യങ്ങളായ ഗുണാഃ ഗുണങ്ങൾ ദേഹേ ഈ ദേഹത്തിൽ അവ്യയം അവ്യയനായ ദേഹിനം ദേഹിയെ ജീവാത്മാവിനെ നിബധ്നന്തി ബന്ധിക്കുന്നു. വിവർത്തനം. ഹേ മഹാബാഹുവായ അർജുന, 3 ഗുണങ്ങൾ അടങ്ങിയതാണ് ഭൗതിക പ്രകൃതി. സത്വം രജസ് തമസ്. ശാശ്വതനായ ജീവാത്മാവിന് പ്രകൃതി സംയോഗമുണ്ടാകുന്നതോടെ അത് ഈ ഗുണങ്ങളാൽ ബന്ധനാകുന്നു. ഭാവാർത്ഥം. അഭൗതികനാകയാൽ ജീവാത്മാവിന് ഭൗതിക പ്രകൃതിയുമായി യാതൊരു ബന്ധവുമില്ല. എങ്കിലും ഈ ഭൗതിക ലോകത്തിൽ ബദ്ധനായി ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ വ്യാമോഹിതനായി അത് പ്രവർത്തിച്ചു പോരുന്നു. വിവിധ തരത്തിലുള്ള ശരീരങ്ങളിലാണവ കുടികൊള്ളുന്നത്. അതുകൊണ്ട് പ്രകൃതിയുടെ വിഭിന്ന ഭാവങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുന്നു. വൈവിധ്യമാർന്ന സന്താപങ്ങൾക്കും സന്തോഷങ്ങൾക്കും കാരണമിതാണ്. ഹരേ കൃഷ്ണ.